ഹലോ, എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ കളക്ഷൻ സാരീസ് ആയിട്ടാണ്. ലാസ്റ്റ് വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സബ്സ്ക്രൈബർ കളക്ഷൻ സാരീസിന്റെ വീഡിയോസ് വരുന്നു. നമുക്ക് ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരുപാട് കളക്ഷൻസ് പുതുതായിട്ട് ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണിക്കുന്നത്. മാക്സിമം നമുക്ക് ക്രിസ്മസിന് മുമ്പായിട്ട് ആ സാരീസ് എല്ലാം ഡിസ്പ്ലേ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലെ സാരീസ് കാണാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു മംഗൾഗിരി പട്ട് സാരിയാണ്. നമ്മൾ ഓൾറെഡി ഈ ഒരു മെറ്റീരിയൽ സാരി വീഡിയോയിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പൊ അത് വീണ്ടും നമുക്ക് ഈ മംഗൾഗിരി പട്ടിലൊരു സാരിയാണ് ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് വന്നിരിക്കുന്നത്. ഇത് ഒരു ഡബിൾ ഷെയ്ഡ് സാരിയാണ്. ഒരു പിങ്കും ഗ്രീനും കൂടെ ഉള്ള ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ട് ഈ സാരി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടാസിൽസ് ഒക്കെ വരുന്നത് ഈ ഒരു ഗ്രീൻ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. താഴോട്ടുള്ള വീവ്സ് എല്ലാം ഈ ഒരു ഗ്രീൻ കളറും അതുപോലെ ഇങ്ങോട്ടുള്ള വീവ്സ് എല്ലാം ആ റെഡ് ത്രെഡും യൂസ് ചെയ്തിട്ടായതുകൊണ്ടാണ് ഈ ഡബിൾ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ബോർഡർ ആ ഒരു ഗ്രീൻ എലമെന്റും ഇതൂടെ വന്നിരുന്ന പോലെയാണ് ബോർഡർ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരു മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഹണികോം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല ലെങ്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു എംബ്രോയിഡറിയാണ്. ഇതിന് ഹൈലൈറ്റ് ആയിട്ട് നല്ലൊരു പേൾ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് ലീഫ് പാറ്റേൺ ഒക്കെ ചെയ്തിരിക്കുന്ന ഹാരൻ ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. ഇത്രയും ലെങ്തിലാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പല്ലുവിൻ്റെ ഇവിടെ ഇതുണ്ടോ, നല്ല വലിയ ഡിസൈൻ ആയിട്ട് 5 ഫ്ലവേഴ്സ് വരുന്നത് പോലെ അത്യാവശ്യം ലെങ്തിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഗ്രേയിഷ് ആയിട്ടുള്ളൊരു മംഗൾഗിരി പട്ട് സാരി ഉണ്ടായിരുന്നു. അതിനകത്തും സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഒരു പേൾ വർക്ക് ഒക്കെ വന്നിട്ട് ഒരു ബ്ലൂയിഷ് ഗ്രേ സാരി, ഒരുപാട് എൻക്വയറീസ് ഒക്കെ വന്നൊരു സാരി ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് മംഗൾഗിരി സാരീസ് പ്ലെയിൻ അവൈലബിൾ ആണോ എന്ന്. നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇപ്പം പ്രീ ബുക്കിങ്ങോട് കൂടി നമുക്ക് മംഗൾഗിരി സാരീസ് പട്ട് സാരീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. റെഡി ടു ഡിസ്പാച്ച് ആയിട്ടല്ല, 5 to 7 ഡേയ്സിൽ ഡിസ്പാച്ച് ചെയ്യുന്നത്. നമ്മൾ ഓർഗൻഡി സാരീസ് സെല് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു മംഗൾഗിരി പട്ട് സാരികൾ നമ്മുടെ അവൈലബിൾ കളേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചു തരാം. അപ്പം അങ്ങനെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ഈ സാരിയുടെ ചെസ്റ്റ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ വരുന്നത്. ഇതുപോലെ നമ്മൾ പല്ലു പോർഷന് കണ്ടതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലെങ്തിൽ ഒരു 5 ഫ്ലവേഴ്സ് ഇതുപോലെ അടുക്കിയേക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു ഫാബ്രിക് ആട്ടോ. പട്ട മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഷൈനിങ് ഉള്ള ഫാബ്രിക്കുമാണ്. എന്നാൽ ഭയങ്കര ഒരു ട്രാൻസ്പെറൻസി അങ്ങനെ പറയാൻ പറ്റില്ല. ചെറിയൊരു ട്രാൻസ്പെറൻസി ഉണ്ട്. എന്നാൽ പോലും നമ്മുടെ ഒരു ദേഹം കാണുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്പെറൻസി അല്ല, ഒരു നേരിൽ വരുന്നത് പോലത്തെ ഒരു ട്രാൻസ്പെറൻസിയാണ് വരുന്നത്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് നല്ല ഷൈനിങ് ആയിട്ടുള്ള മെറ്റീരിയൽ, നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. നമുക്ക് ഉടുക്കാനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇതിന്റെ ബോട്ടം പോർഷനിലാണ്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഞാൻ തിരിച്ചാണ് സാരി പിടിച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെയാണ് അതിന്റെ ബോട്ടം പോർഷനിലെ ഡിസൈൻ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട സാരിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് താഴോട്ടും മുകളിലോട്ടും ഒരേപോലെ ഡിസൈൻസ് വരുന്ന പോലെ. അതായത് ഞാൻ എൻ്റെ ബോട്ടം പോർഷൻ മുകളിലാക്കി പിടിച്ചിരിക്കുന്നത്. ഉടുത്ത് വരുമ്പോൾ തിരിഞ്ഞാണ് വരുന്നത്. ഓരോ ഫ്ലവേഴ്സും മുകളിലോട്ട് ഇരിക്കുന്നത് പോലെയാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത്. സൈഡിലോട്ടും ഡിസൈൻസ് ഉണ്ട്, അതുപോലെ മുകളിലോട്ട് സ്റ്റാൻഡിങ് പോസിലും ഡിസൈൻസ് വരുന്നത് പോലെ കുറച്ചും തിക്കായിട്ട് ഇതിന്റെ ബോട്ടം പോർഷനിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 3500 റുപ്പീസ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സാരി വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു മംഗൾഗിരി മെറ്റീരിയൽ വരുമ്പോഴത്തേനും ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് ഉണ്ട്. സെയിം ഫാബ്രിക് തന്നെ റണ്ണിങ് ആയിട്ട് ബ്ലൗസ് ഉണ്ട്. ഇതിന്റെ ബ്ലൗസിന്റെ സ്ലീവിലും വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സിംഗിൾ ഫ്ലവർ ഡിസൈൻ ആണ് ഇതിന്റെ ബ്ലൗസിന്റെ സ്ലീവിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് പ്ലെയിൻ ഫാബ്രിക്കിൽ വരുമ്പോഴും ഇതുപോലെ തന്നെ റണ്ണിങ് ആയിട്ട് 6.4 മീറ്റർ ആയിട്ടാണ് ഈ ഒരു സാരി വരുന്നത്. ഇത്ര വീതിയുള്ള മീറ്റർ റണ്ണിങ് ബ്ലൗസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് 80-90 സെന്റിമീറ്റർ ഒക്കെ ബ്ലൗസ് പീസ് ആയിട്ട് വരത്തുള്ളൂ. അപ്പം ഇതിനകത്തും അങ്ങനെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസിന്റെ 2 സ്ലീവിലും ഈ ഒരു ഫ്ലവർ പാറ്റേൺ വരുന്നത് പോലെ ഇതിനകത്ത് സ്ലീവിൽ വർക്കും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഈ ഒരു ബാഗൽപൂർ സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ പീച്ച് കളറിലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഇതിനകത്ത് സെൽഫ് കളറിലാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. ഷുഗർ ബീഡ്സും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സെൽഫ് കളറിൽ വരുന്ന ഷുഗർ ബീഡ്സും ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര കോൺട്രാസ്റ്റ് ചെയ്ത ഒരു ഡിസൈൻ കാണത്തില്ല. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി ഡിസൈനാണ്. അതുപോലെ തന്നെ ഈ ഒരു സാരിയിൽ നിറച്ചും എംബ്രോയിഡറി ഡിസൈൻസ് കൊടുത്തിട്ടുമുണ്ട്. നമുക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ട്, കാരണം സെൽഫ് കളർ ആയതുകൊണ്ടും ഇങ്ങനത്തെ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആയതുകൊണ്ടും. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേനും അതിൻ്റെ എലഗൻസ് നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്ന ഒരു സാരിയാണ്. ഞാൻ പറഞ്ഞതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡുമാണ്. അതിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി ഡിസൈനുമാണ്. ഒരു അത്യാവശ്യം ഒരു ക്ലൈംബിംഗ് പാറ്റേണിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷനിലെ ഡിസൈനാണ്. ഒരു 3 ഫ്ലവർ പാറ്റേണും അതിനകത്ത് ചെറിയ ചെറിയ ഫ്ലവേഴ്സും
ആ ഒരു ബ്രാഞ്ചസും ഒക്കെ വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനകത്തൊക്കെ ഹൈലൈറ്റഡ് ആയിട്ട് കുറച്ച് ചെറിയൊരു ഷുഗർ ബീഡ്സ്, അതായത് ഈ സെൽഫ് പീച്ച് കളറിലെ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് ഇതിനകത്ത് ആ ഹൈലൈറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. മാക്സിമം നമ്മൾ ഈ പറഞ്ഞ പോലെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതിന്റെ സെൻട്രൽ പോർഷനിലാണ്. പല്ലുവിന്റെ തന്നെ സെൻട്രൽ പോർഷനിൽ ഇത് കണ്ടോ, പല്ലുവിന്റെ സെൻട്രൽ പോർഷനിലാണ് ഈ ഒരു പാറ്റേൺ, അതായത് ഒരു സ്ലീപ്പിംഗ് പോസിൽ വരുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പല്ലുവിന്റെ സെൻട്രൽ പോർഷനിലായിട്ട് വരുന്നത് പോലെ. അതിനുശേഷം ഒരു ചെറിയ ഡിസൈൻ ഇതിന്റെ ഉൾവശത്ത് പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന എൻഡിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ സാരിയിൽ ഇതിന്റെ ഒരു റണ്ണിങ് പോർഷൻ, അതായത് പല്ലുവിന്റെ ഭാഗത്തുനിന്ന് പുറകോട്ട് കിടക്കുന്ന ഭാഗത്ത് റണ്ണിങ് പോർഷനിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെയായിട്ട് വരും നമ്മുടെ ജസ്റ്റ് ആ ഒരു പല്ലുവിന്റെ ഷോൾഡറിന്റെ തൊട്ട് പുറകിലായിട്ട് വരുന്നത് പോലെ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സെയിം സൈസിലുള്ള ആ ഒരു 3 ഫ്ലവർ പാറ്റേൺ വരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ആ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. സെയിം സൈസിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും സെയിം സൈസിലുള്ള ഒരു ഡിസൈൻ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. സെയിം സൈസിൽ വരുന്ന ഡിസൈൻ ഏതാ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെസ്റ്റ് പോർഷൻ അവിടുന്ന് താഴോട്ട് വരുന്നിടത്ത് വീണ്ടും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ ഈ സാരിയിൽ അത്യാവശ്യം ഇങ്ങനെ ഡിസൈൻസ് കൊടുത്തുകൊണ്ടേ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, ഇത്രയും വലുപ്പത്തിൽ വരുന്നതുകൊണ്ട് തന്നെ ഒരു ഒറ്റ സിംഗിൾ ഡിസൈൻ കൊണ്ട് തന്നെ ഇതിന്റെ ചെസ്റ്റ് പോർഷൻ കവർ ആകും. അതിനുശേഷം ഇതിന്റെ പുറകോട്ട് പോകുന്ന ഭാഗത്ത് നെക്സ്റ്റ് ഡിസൈൻ വരും. അതിനുശേഷം ഇതിന്റെ ആ ഒരു ഫ്ലീറ്റ്സ് തുടങ്ങുന്ന ഭാഗത്തായിട്ട് വരുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഈ ഒരു ഡിസൈനിന്റെ ഫ്ലീറ്റ്സ് തുടങ്ങുന്ന ഭാഗത്തായിട്ട് വരുന്നത് പോലെ വരുന്നതാണ്. ഇതിനകത്ത് ഫോൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഇനി ഫോൾസ് ഒന്നും വെക്കണ്ട, ഓൾറെഡി ഫോൾസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ സാരി ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോൾ വീണ്ടും 2 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബാക്കിൽ നിന്ന് വരുന്നത് പോലെ നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും സാരിയുടെ ബാക്ക് പോർഷനിൽ തൊട്ട് ഫ്രണ്ടിലോട്ട് ആ ഫ്ലീറ്റ്സിന്റെ അങ്ങോട്ട് വന്ന് ഫ്ലീറ്റ്സിനകത്തേക്ക് ഡിസൈൻ കയറുന്നത് പോലെ വരുന്ന പോലെ 2 ഡിസൈൻസ് ഈ സാരിയിൽ കൊടുത്തിരിക്കുന്നുണ്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെയാണ് ബോട്ടം പോർഷനിൽ സ്ലീപ്പിംഗ് പോസിൽ തന്നെ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ 2 ഡിസൈൻസ്, വലിപ്പമുള്ള 2 ഡിസൈൻസ് ഇതിന്റെ ബോട്ടം പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടാണ്ട് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഉള്ളിൽ വരുന്ന ഭാഗത്തും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെസ്റ്റ് പോർഷന്റെ ഉള്ളിൽ വരുന്ന ഭാഗത്തും ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ടോട്ടൽ ഇതുപോലത്തെ 9 വലിയ ഡിസൈൻസ്, 9 വലിയ ഡിസൈൻസും നമ്മൾ ആ ഒരു ഉള്ളിൽ വരുന്ന, അതായത് പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന കാണിച്ച ഒരു ചെറിയ ഡിസൈൻസ് ആയിട്ട് 10 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയും വലിയ ഡിസൈൻസ് ആയതുകൊണ്ടും അതുപോലെ ബാഗൽപൂർ സിൽക്കും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ, നമ്മൾ കോട്ടൺ ചെക്കോട്ടയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഡബിൾ റേറ്റ് വരുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ബാഗൽപൂർ സിൽക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 3995 rupees ആണ്. ഈ ഒരു സാരി വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവർ നമ്മൾ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. വീണ്ടും നമ്മൾ കാണിക്കുന്നത് ഒരു ബാഗൽപൂർ സിൽക്ക് സാരി തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. നല്ല ക്രീമി ഷെയ്ഡിൽ നല്ല ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഷാഡോ വർക്ക് എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. ഷാഡോ വർക്കിനകത്ത് നടുക്ക് സെന്ററിൽ പേൾ ബീഡ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബീഡ് വർക്കോട് കൂടിയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷാഡോ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. പിങ്കിന്റെ മൾട്ടി ഷെയ്ഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്കും അതുപോലെ കുറച്ചൊരു പീച്ച് ഷെയ്ഡിലെ ഒരു പിങ്ക് കൂടെ വരുന്ന പോലത്തെ ഒരു 3 ഷെയ്ഡ്സ് പിങ്ക് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ ആണെങ്കിലും 2 ഷെയ്ഡ്സ് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മിക്സ്ഡ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് നിറച്ചും ഫ്ലവേഴ്സ് വരുന്ന ഒരു ഫ്ലവർ ബഞ്ച് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പല്ലുവിന്റെ മെയിൻ എൻഡിൽ വരുന്ന ഡിസൈൻ ആണ്. ഇതിന്റെ പല്ലു നിറച്ചും ഡിസൈൻ ചെയ്തിരിക്കുന്ന പോലെയാണ് ഈ ഒരു സാരി ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ പല്ലു വരുന്നത്. സെൻട്രൽ പോർഷനിലും ഡിസൈൻ വരുന്നുണ്ട്, പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന എൻഡിലും ഡിസൈൻ വരുന്നുണ്ട്. അതുകൂടാതെ അതിന്റെ ഒരു പല്ലു പോർഷൻ ഫുള്ളായിട്ടും ചെറിയ ചെറിയ ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ഒരു പാറ്റേണിൽ ഇതിനകത്ത് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പിങ്ക് ഓഫ് വൈറ്റിൽ നന്നായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത്രയും നിറച്ചും ആ ഒരു പല്ലൂർ ഇത്രയും നിറച്ചൊക്കെ എംബ്രോയിഡറി, നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി സാരീസിൽ പൊതുവെ അങ്ങനെ വരുന്നതല്ല. ഇതിനകത്ത് അതൊരു വെറൈറ്റി ആയിട്ട് അങ്ങനെ നിറച്ചൊരു പാറ്റേണിൽ വരുന്നത് പോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ കാണിച്ച സാരി പോലെ തന്നെ ചെസ്റ്റ് പോർഷനിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ വരുന്ന ചെസ്റ്റ് പോർഷനിൽ ഇതുപോലൊരു ഡിസൈൻ ഇതിനകത്ത് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മൾ മെയിൻ എൻഡിൽ വരുന്ന പോലെയാണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. മെയിൻ എൻഡിൽ വരുമ്പോഴത്തേനും നമ്മുടെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ ചെറിയ ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പല്ലുവിൽ കാണിച്ചിരിക്കുന്ന പോലെ ഉള്ള ചെറിയ ഫ്ലവേഴ്സ് 3 ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്താണ് ഇതിന്റെ പല്ലുവിന്റെ ആ ഒരു റണ്ണിങ് പോർഷൻ വന്നിരിക്കുന്നത്. അതിനുശേഷം ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ
ഇതുപോലെയാണ് ചെസ്റ്റ് പോർഷൻ്റെ മെയിൻ എൻഡിൽ വരുന്ന ഡിസൈൻസ് വരുന്നത്. ജസ്റ്റ് ഞാനൊന്ന് വെക്കട്ടെ. നല്ല ഫ്ലോയി ആയിട്ടുള്ള നല്ല നമുക്ക് ഡെയിലി വെയർ ആയിട്ടും അതുപോലെ ചേർച്ച് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാവുന്നത് പോലത്തെ ഒരു നല്ലൊരു ഫാബ്രിക്കുമാണ്. ഈ ഒരു പാറ്റേണിൽ ഇതിനകത്ത് ഡിസൈൻസ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ. ഉള്ളിലും ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതുകൂടാണ്ട് 2 ഡിസൈൻസ് മെർജ് ചെയ്ത് വരുന്നത് പോലെ ഒരു ഡിസൈൻ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ മെയിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈൻ 3 വീണ്ടും ആ ഒരു ഫ്ലീറ്റ്സ്, അതായത് നമ്മുടെ ഫ്രണ്ടിലോട്ട് വരുന്ന ഭാഗത്തും താഴേന്ന് വരുന്നത് പോലെ ഒരു 3 ഡിസൈനും കൂടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സ്കാറ്റർ ചെയ്തിരിക്കുന്ന ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഈ ഒരു വലിയ ഡിസൈൻ തന്നെ സ്റ്റാൻഡിങ് പോസിൽ, ഇതുപോലെ സ്റ്റാൻഡിങ് പോസിൽ ഈ ഒരു വലിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും നിറച്ചു തന്നെ എംബ്രോയിഡറി ഉള്ളൊരു സാരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാഗൽപൂർ സിൽക്കുമാണ്. ഇതിനകത്ത് റേറ്റ് വരുന്നത് 3295 റുപ്പീസാണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്. ഈ സാരിയിൽ ഫോൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും കാണിക്കുന്നത് ഈ ഒരു ബാഗൽപൂർ സിൽക്കിൽ വരുന്നൊരു സാരി തന്നെയാണ്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഓഫ് വൈറ്റിനേക്കാളും കുറച്ചും കൂടി ഒരു പീച്ച് ഷെയ്ഡിലുള്ള ഒരു ക്രീം ഷെയ്ഡാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു സാൻഡൽ ഷെയ്ഡ് എന്നൊക്കെ പറയാവുന്നത് പോലത്തെ ഒരു ഷെയ്ഡാണ്. ഓഫ് വൈറ്റിന് പ്യൂർ ആയിട്ട് പറയാൻ പറ്റത്തില്ല. ചെറിയൊരു പീച്ചിന്റെ എലമെന്റ് ഈ ഒരു സാരിയിൽ വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ പീച്ചിന്റെ അത്രയും പീച്ചും അല്ല. സാൻഡൽ ഷെയ്ഡെന്നോ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ബേജിന്റെ ഐവറി ഷെയ്ഡൊക്കെ ആ റേഞ്ചിൽ വരുന്നൊരു ഷെയ്ഡാണ്. എന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡ് പേസ്റ്റൽ ഷെയ്ഡ് വരുന്ന ഷെയ്ഡ് തന്നെയാണ്. ഇതിനകത്ത് പിങ്കും അതുപോലെ റെഡിന്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. സാറ്റൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് കൂടുതലും ഫ്ലവേഴ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിനകത്തും ഒരു പേളിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചെറിയ ഫ്ലവേഴ്സിനൊക്കെ സെൻട്രൽ പോർഷനിൽ പേളിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ റെഡ്, പിങ്ക്, ഓഫ് വൈറ്റ് ആ ഒരു കോമ്പിനേഷൻസ് ഒക്കെ നല്ലതായിട്ട് മൂവിങ് ആയിട്ടുള്ളൊരു സമയമാണ്. നമുക്ക് ചേർച്ച് വെയർ ആയിട്ടും അതുപോലെ ഗിഫ്റ്റ് സാരീസ് ആയിട്ടും ഒക്കെ കൊടുക്കാവുന്ന പോലത്തെ, ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാവുന്ന പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് ആണ്. നമുക്ക് ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ടൊക്കെ സാരീസ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗിഫ്റ്റ് റാപ്പിംഗ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ സെൻട്രൽ പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. ഇതുപോലത്തെ ഒരു ചെറിയ ഡിസൈനാണ് ഇതിന്റെ സെൻട്രൽ പോർഷനിൽ വരുന്നത്. അതിനുശേഷം ഇതിന്റെ മറ്റേ എൻഡിൽ വരുന്നതും സെയിം സൈസിൽ വരുന്നത്, അതായത് പല്ലുവിന്റെ മെയിൻ എൻഡിൽ വന്നിരിക്കുന്ന പോലെ സെയിം സൈസിൽ വന്നിരിക്കുന്ന ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. അതുപോലെ ഇതിന്റെ പല്ലു പോർഷനിൽ തന്നെ നമുക്ക് ആ ഒരു, അതായത് നമ്മുടെ റണ്ണിങ് പോർഷനിലോട്ടും ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു ഡിസൈനാണ് ഇതിന്റെ റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സെൻട്രൽ പോർഷനിൽ, അതായത് പല്ലുവിന്റെ നടുക്ക് കൊടുത്തിരിക്കുന്ന ആ ഡിസൈൻ തന്നെയാണ് ഇതിന്റെ റണ്ണിങ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിനകത്ത് ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ റണ്ണിങ് ആയിട്ട് ഡിസൈൻസ് വരുന്നുണ്ട്. സെയിം സൈസിലുള്ള ഡിസൈന് റണ്ണിങ് ആയിട്ട് ഇതുപോലെ 4 ഡിസൈൻസ്. ചെസ്റ്റ് പോർഷൻ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ചെസ്റ്റ് പോർഷൻ തൊട്ട് നമ്മുടെ ഫ്ലീറ്റ്സ് തുടങ്ങുന്ന ഭാഗം വരെ ഇത് കണ്ട് ഇങ്ങനെ ഡിസൈൻസ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിനകത്ത് ഡിസൈൻസ് വരുന്നത്. 4 ഡിസൈൻസ്. കാറ്റുകൊണ്ടാട്ടോ അത് പറന്നു പോകുന്നത്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. നല്ലൊരു കനം കുറഞ്ഞ ഫാബ്രിക് ആണ്. നമുക്ക് കുത്തി കൊടുക്കാനൊക്കെ ഈസി ആയിട്ടുള്ള ടൈപ്പ് ഒരു ഫാബ്രിക് തന്നെയാണ്. ഇതിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന എംബ്രോയിഡറി ആണ്. അപ്പം ഇത്രയാണ് ഇതിന്റെ ചെസ്റ്റ് ഫ്രണ്ട് പോർഷനിൽ, ടോപ്പ് പോർഷനിൽ വരുന്ന ഡിസൈൻസ് വരുന്നത്. ഇതിന് ശേഷം ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് ഡിസൈൻ വരുന്നത് ഈ ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈൻ ആണ്. സ്റ്റാൻഡിങ് പോസിൽ വരുന്നത് പോലെ ഈ ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈൻ ഇന്ന് സ്റ്റാൻഡിങ് പോസ്, റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്നത് ഈ ഒരു സാരിയിലും ഫോൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സെയിം ആയിട്ടുള്ള ഫോൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2895 റുപ്പീസ് ആണ്. അപ്പം ഇത്രയും സാരീസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിന്റെ കൂടുതൽ കളക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്കുണ്ട്. നമ്മൾ ഈ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതിലേതെങ്കിലും സാരീസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. സ്ക്രീൻഷോട്ട് അയച്ചാൽ നമുക്ക് അതിന്റെ അവൈലബിലിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പം കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.